ഹജ്ജ് ഉംറനൊക്കെ കുറിച്ച് പറയുമ്പോഴേ ഒരു സാരം ഇപ്പൊ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പറയാണ്. നമ്മളെ നാട്ടിലൊക്കെ ആവശ്യമുള്ള ചില ഹജ്ജ് ഉംറ ഇല്ല, എന്നാൽ ചില കുറെ ഏറെയാണ്. അത് ഓരോ വിഷയം വെക്കുമ്പോഴത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഉപ്പേനെ അത് പറയാൻ പറഞ്ഞത് ആവശ്യമുള്ളതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹജ്ജ് നിർബന്ധമുള്ള ഒരാൾ മരണപ്പെട്ടാൽ, എന്നാൽ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള സമ്പത്തുണ്ടായിരുന്നു, അയാൾ ചെയ്തില്ല, അയാൾ മരണപ്പെട്ടാൽ അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് അനന്തര സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. ആ ഹജ്ജ് ചെയ്യിപ്പിക്കൽ അടക്കമുള്ള അയാളുടെ കടബാധ്യതകൾ മുഴുവനും തീർത്തിട്ട് സ്വത്ത് ബാക്കിയുണ്ടെങ്കിലേ മക്കൾക്ക് അനന്തരാവകാശം എന്നുള്ള സംഗതിയുള്ളൂ. അത്തരം ചില ഹജ്ജുകൾ നമ്മളെ നാട്ടിൽ ചെയ്യിപ്പിക്കലില്ല. എന്നാൽ ചിലർക്ക് ഹജ്ജ് ഉംറയും കുറച്ച് കൂടുതലാണ്. എന്താ പറയേണ്ടത്? ഈ ഉംറക്ക് പോകുന്നവരൊക്കെ കാണാം, ഒരു ഉംറ ചെയ്താൽ പിന്നെ ഇനി ഒന്ന് ഉമ്മാക്ക് ഒന്ന് വാപ്പാക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളൊരു ഉംറക്ക് പോയാൽ ഒരു ഉംറ നിങ്ങൾക്ക് ചെയ്താൽ ഇനിയിപ്പോൾ നിങ്ങളെ പൂതി ഒരു ഉംറ ആർക്ക് ചെയ്യണം? ഏതുമ്മാക്ക്? മരിച്ചോയ ഉമ്മാക്ക്. ഒരു ഉമ്മ മരിച്ചോയ ഉപ്പാക്ക്. ഇങ്ങനെ ഹയാത്ത് കാലത്ത് തീരെ ഉംറ ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉംറ ചെയ്തത് ശരിയാണ്, വിരോധം ഇല്ല. ഹയാത്ത് കാലത്ത് തീരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഉമ്മക്കോ ഉപ്പക്കോ വേണ്ടി നിങ്ങൾ ഒന്ന് ചെയ്തത് ശരിയാണ്, വിരോധമല്ല. ഹയാത്ത് കാലത്ത് ഉംറ ചെയ്ത ഉമ്മക്ക് വേണ്ടി പിന്നെ നിങ്ങളുടെ വക ചെയ്യണമെങ്കിൽ ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിരിക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചെയ്യുന്ന ഉംറ ബാത്തിലായ ഉംറയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളി. പലരും ശ്രദ്ധിക്കുന്ന രൂപമാണ്. ചെന്നാൽ പിന്നെ ഒരു ഉംറ ചെയ്താൽ പിന്നെ ഒക്കെ ഉള്ളൊരു ചില അമീർമാർ പറയും ചെയ്യും. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോവുകയാണ്. ഇനി എല്ലാവരും ഉമ്മാക്കും പാപ്പാക്കൊക്കെ ഓരോ ഉംറ ചെയ്താണിട്ട് ഇതിങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യാനുള്ള ഉംറ. ചിലപ്പോൾ ഉമ്മാക്ക് ഒരു ഉംറ ചെയ്യൽ നിർബന്ധമാവും. ഒരു എന്താ പറഞ്ഞത്? സുന്നത്തായ ഉംറ മരിച്ചവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ വസിയത്തുണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ അത് ബാത്തിലാണ് എന്നാണ് മസാല. സ്വഹീഹല്ല എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മക്ക് വേണ്ടി ഉമ്മ ഹയാത്ത് കാലത്ത് ഒരു ഉംറ ചെയ്ത ഉമ്മയാണ്. ബാപ്പി ഉമ്മ മരിച്ചാൽ ഒരു ഉംറ ഹജ്ജോ ചെയ്തിട്ട് ഇന്ന് ഇനി നമ്മൾ അവർക്ക് ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. ആ വസിയത്തൊന്നും പൊതുവെ നമ്മളെ നാട്ടിലുണ്ടാവില്ല, അവിടെ ചെയ്യാൻ പറ്റൂല. ഈ സ്ഥല സ്വഭാവമില്ല ഞാൻ പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ തീരെ ചെയ്യാത്ത ഉമ്മയാണ്. തീരെ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ നിർബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. നിർബന്ധമായിട്ട് ചെയ്യാത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായിട്ടില്ല, മരിച്ചുപോയി, എന്നാൽ പോലും നമുക്ക് അവസരം കിട്ടിയാൽ ഒന്ന് ചെയ്യൽ നല്ലതാണ്. അത് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. പിന്നെന്ത് ചെയ്യാം? നമ്മൾ യാസീൻ ഓതിയിട്ട് അതിന്റെ മിസ്ല് സവാബ് ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് തോരക്കലുണ്ട്. അത് നമ്മൾ ഫർള് സ്കേച്ചാലും പറ്റും. അത് ശരി, ഫർള്. അപ്പൊ നമ്മളൊരിടത്ത് വിവാദം ഉണ്ടായി. ഇമാമ് നിസ്കാരം ചെയ്തിട്ട് അല്ലാഹു മൗസിൽ മിസ്ല സവാബിക്കാന്ന് തോരക്കാൻ. ആ ഇമാമിന് ഒരു ദുആ ശീലമായതാണ്. നിസ്കാര ശേഷം ഇമാമ് തോരക്കുന്നത് അല്ലാഹു മൗസിൽ മിസ്ല സവാബി ദാലിക്ക അങ്ങനെ തോരക്കാണ്. അപ്പൊ നാട്ടിൽ അത് വിശ്വാസമായി. അപ്പോഴാണ് ചർച്ച വന്ന് നമ്മൾ നിസ്കാരത്തിന്റെ കൂലി വേറെ ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് തോരക്കാൻ പറ്റുമോ? തോരക്കാം. നമ്മളിപ്പോ അസർ സ്കെച്ചിന് ശേഷം നിസ്കാരം നമ്മക്കാണ്, നമ്മളെ നിസ്കാരം സ്കെച്ച് ഇതിന് നമ്മക്ക് കിട്ടുന്നത് പോലുള്ള മിസ്ല സവാബിന്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് തോരുന്ന ഒരു തെറ്റില്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലിന്റെയും മിസ്ല സവാബ് മരിച്ചവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ ദുആ ചെയ്യൽ അനുവദനീയാണ്. ഫത്ഹുൽ മീൻ വസിയത്തിന്റെ ബാബിൽ വിശദീകരിച്ചിട്ടുണ്ട്, ശറഉൽ അഖായിദിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് നമ്മക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്തിട്ട് അത് നമ്മളെ ഉംറയാണ്, എന്നിട്ട് പഠിച്ചോനെ ഇതിന്റെ മിസ്ല സവാബി എനിക്ക് തരുമ്പോലുള്ള കൂലിന്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണേ എന്നവരൊക്കെ അതിന് വിരോധമല്ല. അത് ഈസാലു സവാബ. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിയ്യത്തിൽ വരെ അങ്ങോട്ടാണ്. അഹ്റംതു ബിൽ ഉംറത്തി അൻ നബി. ഉദാഹരണത്തിന് എന്റെ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തു, ഇങ്ങനെ നിയ്യത്തന്നെ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അവർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യാം. രണ്ടാമത് നമ്മളെ സൗകര്യത്തിന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. സാധാരണ പൈന വസിയത്ത് ഉണ്ടാവാറില്ല, അതുകൊണ്ട് ആ ചെയ്യണ ഉംറകളൊന്നും ശരിയല്ല. പോയാലൊക്കെ ഏതായാലും മക്കത്തിങ്ങനെ ജീവിക്കല്ലേ, വെറുതെ എന്ന് പറയണ്ടല്ലേ, മക്കത്തിങ്ങനെ നിൽക്കല്ലേ കുറച്ച് ദിവസം. അപ്പൊ ഒന്ന് രണ്ട് ഉംറ ചെയ്തപ്പോൾ ഒരു പൂതിഞ്ഞ് ഒന്ന് ഉമ്മാക്ക് ഒന്ന് വാപ്പാക്ക് ഒന്ന് മൂത്താപ്പാക്ക് ഇങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട്.